ഹലോ, ഒരു ഫുട്ബോൾ ടീമിൽ ഒരു പ്ലെയർ ആണോ, ഒരു കോച്ചാണോ, ഫോർമേഷൻ ആണോ ഏറ്റവും പ്രധാനം? ഒരു ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മൂന്ന് നിർണായക ഘടകം തന്നെയാണ്. പക്ഷെ എന്നാലും വലിയ എക്സ്പേർട്സുകൾ പറയുന്നത് ഒരു സപ്പോസ് 15 വയസ്സിന് താഴെയാണെങ്കിൽ ആ ടീമിന്റെ ഏറ്റവും പ്രധാനം കോച്ചാണ്. കാരണം എന്താണ്? കുട്ടികളെ ടെക്നിക്കൽ എബിലിറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ 15 ഇയേഴ്സിന് താഴെ ടെക്നിക്കൽ എബിലിറ്റി എന്നൊരു ക്വാളിറ്റി ഉള്ളപ്പോൾ ആഴ്സൺ വെങ്കർ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ കോച്ചാണ് പ്രധാനം. 15 ശേഷം നല്ല ടാലന്റ് ഉള്ള പ്ലെയർ ഉണ്ടെങ്കിലേ കോച്ച് നിന്നിട്ട് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എത്ര വലിയ കളിക്കുന്ന ടീമായാലും ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അപ്പോൾ ഒരു ടീം എടുക്കുക, ആ ടീമിൽ പ്ലെയേഴ്സേ ഇല്ല, ഒരു ഭയങ്കരമായ കോച്ചിനെ കൊണ്ടിറക്കി, റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ എല്ലാം നമുക്ക് ടാലന്റഡ് പ്ലെയേഴ്സാണ് വേണ്ടത്. ആ പ്ലെയേഴ്സിന്റെ ഹൈറാർക്കിയിൽ കോച്ച് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കാവുന്നതാണ്. അപ്പം ഒരു 15 വയസ്സ് താഴെയാണെങ്കിൽ അവിടെ കോച്ച്, പ്ലെയർ, ഫോർമേഷൻ അവർക്കൊരു ഫുട്ബോളിന് വേണ്ടി. മറിച്ച് 15 വയസ്സിന് മുകളിലാണെങ്കിൽ പ്ലെയർ, കോച്ച്, ഫോർമേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഫുട്ബോളിൽ എക്സൽ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ വിലയേറിയ കമന്റ്സും ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പം ഇതൊരു ഹൈറാർക്കിയാണ്, ഒരുപാട് എക്സ്പേർട്സ് പറഞ്ഞതാണ്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ബൈ.